മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ഓഫ് സെയിന്റ് ജേക്കബ്, ചാപ്റ്റർ 4 വേഴ്സ് 8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഒരു മനുഷ്യൻ ബുദ്ധനെ കഠിനമായി ചീത്ത വിളിക്കാറുണ്ട്. ഭഗവാൻ അതെല്ലാം ക്ഷമയോടെ സഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അത്രയും ക്ഷമാശീലരായിരുന്നില്ല. അവർ പറഞ്ഞു, ഭഗവാൻ, ഞങ്ങൾ ഇയാളെ കൈകാര്യം ചെയ്യട്ടെ. നിൽക്കൂ. ഒരു മനുഷ്യൻ തന്റെ സ്നേഹിതനൊരു പണപ്പെട്ടി നൽകിയെന്ന് കരുതുക. പക്ഷെ സ്നേഹിതനത് നോക്കിയത് പോരുമില്ലെങ്കിൽ ആ പണപ്പെട്ടി കൊടുത്തയാൾ എന്തു ചെയ്യും? അയാളത് തിരികെ കൊണ്ടുപോകും. ശിഷ്യന്മാർ പറഞ്ഞു, ശരിയാണ്, ഈ ദുഷ്ട മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചെങ്കിലും ഞാനത് സ്വീകരിക്കാത്ത നിമിത്തം അത് അയാളിലേക്ക് തന്നെ മടങ്ങി ചെന്നിരിക്കുന്നു. ജോൺ എഫ് കെന്നഡി പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നാം തന്നെയാണ്. അതുകൊണ്ടത് പരിഹരിക്കേണ്ടതും നാം തന്നെ തീരുമാനിക്കുവോളം അത് പ്രശ്ന കലുഷിതമായി നീട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഒരാൾ നമ്മളെ ദുരാരോപണം നടത്തിയെന്ന് വിചാരിച്ച് നമ്മൾ അയാൾക്ക് കീഴ്പ്പെട്ട് യുദ്ധത്തിലേക്ക്, വടക്കിലേക്ക് പോവുകയല്ല വേണ്ടത്. മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അതെ, ആ സ്ത്രീ എന്നെ തെറി പറഞ്ഞു, ആ സ്ത്രീക്കുള്ളത് ആ സ്ത്രീ തന്നു, പക്ഷേ എനിക്കതില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുകയില്ല. അപ്പൊ ദൈവത്തിന്റെ മനോഭാവത്തോടുകൂടി നാം ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയമായി മാറുകയാണ്. അതാണ് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലാതെ മാനുഷികമായ ഒരു പ്രതികരണമല്ല. മനുഷ്യനെപ്പോഴും ടിറ്റ് ഫോർ ടാറ്റ, പകരത്തിന് പകരമാണ്. പകരത്തിന് പകരം ചെയ്യാതെ ക്ഷമയോടെ ഇടപെടുമ്പോൾ അത് ദൈവത്തിനു മുമ്പാകെ വലിയ വിജയമായി മാറുകയാണ് എന്ന വലിയൊരു സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ക്ഷമിക്കുന്ന സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.